നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട്, ഷെയർ, അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ടെക്നിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഉള്ള എന്തൊക്കെയാണ് ആ ഡൗട്ട്സുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള എക്സ്പേർട്സുകളുമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ ചാനൽ വഴി അത് ഞാൻ പബ്ലിഷ് ചെയ്യാം. ഇന്ന് നമ്മൾ ഒരു 250 kVA ഒരു HT ഇൻസ്റ്റലേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റും അതിൻ്റെ ഇൻസ്റ്റലേഷന് അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത്, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ടെക്നിക്കലി എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ആ പ്രൊജക്റ്റ് എന്ത് പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഹോട്ടൽ പ്രൊജക്റ്റായിരുന്നു. അതുപോലെ ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ ഇൻഡസ്ട്രിയും, ഓരോ പുതിയ വർക്കുകളും, ഓരോ പുതിയ പ്രൊജക്റ്റും നമുക്ക് ഓരോ എക്സ്പീരിയൻസുകളാണ്. ഓരോ പുതിയ പ്രൊജക്റ്റിലും നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. പുതിയ കാര്യങ്ങൾ, അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഒരു HT ഇൻസ്റ്റലേഷന് സാധാരണ നമുക്കറിയാം, LT ആണെങ്കിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ജെൻസെറ്റിൻ്റെ അപ്രൂവൽ എടുക്കുന്നു. അതുപോലെ KICBയിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കിട്ടും. KICBയിൽ നിന്ന് വന്ന് ലോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു HT കണക്ഷനിൽ, HTയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രോസസ്സ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് റെൽക്സ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു HT പ്രൊജക്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾക്കുണ്ട്. അതായത് നമ്മൾ ഡിസൈൻ, നമുക്ക് ആദ്യം സോയിൽ ടെസ്റ്റ് എടുക്കണം. ഒരു HT പ്രൊജക്റ്റ് വരുമ്പോൾ ആദ്യം നമുക്ക് എർത്തിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി അറിയണം. അതനുസരിച്ച് ഫാൾട്ട് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എർത്തിങ് ഡിസൈൻ ചെയ്യുന്നത്, എർത്ത് കണ്ടക്ടർ ഡിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം എത്ര എർത്ത് പിറ്റ് വേണമെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ സ്കീം ഡിസൈൻ ചെയ്യുന്നു. സ്കീം ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്തതിന് കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. സ്കീം ഡിസൈൻ ചെയ്ത് നമ്മൾ ഇൻസ്പെക്ടറേറ്റിൽ അപ്രൂവലിന് കൊടുക്കുന്നു. ഇൻസ്പെക്ടറേറ്റിൻ്റെ അപ്രൂവലിന് ശേഷം പാനൽ ബോർഡിൻ്റെ മാനുഫാക്ചറിങ്, പാനൽ ബോർഡ് മാനുഫാക്ചർ ചെയ്ത് സൈറ്റിലുള്ള എർത്തിങ് വർക്കുകൾ, അതുപോലെ കേബിൾ ട്രേയുടെ വർക്കുകൾ, പാനലിൻ്റെ ഇൻസ്റ്റലേഷന്, പാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റലേഷന്, അതുപോലെ KICBയിൽ പവറിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവർ ഇൻസ്പെക്ഷന് വരുന്നു. ഇൻസ്പെക്ടറേറ്റിൻ്റെ സാങ്ഷൻ ഓർഡർ ഉൾപ്പെടെ ട്രാൻസ്ഫോമറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, CTPTയുടെ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ മീറ്ററുകൾ, ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് റിപ്പോർട്ട് KICBയിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം KICBയുടെ ഇൻസ്പെക്ഷൻ, KICB എന്നുള്ള ഇൻസ്പെക്ഷൻ നമുക്ക് താഴെ സെക്ഷൻ തൊട്ട് സർക്കിൾ വരെയുള്ള പ്രോസസ്സുണ്ട്. അവിടുന്ന് എല്ലാ സൈഡിൽ നിന്നും അവരുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അതിനുശേഷം HT എഗ്രിമെൻറ്റ്, അതിനുശേഷം TMRഉം നമ്മുടെ KICB സെക്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് KICBയുടെ കണക്ഷൻ നമുക്ക് ചാർജ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക് എൻഡിൽ കുറേയധികം പ്രോസസ്സുണ്ട്. നമ്മൾ ട്രാൻസ്ഫോമർ എവിടെ പ്ലേസ് ചെയ്യും, അതിനുള്ള കേബിൾ പോകാനുള്ള കേബിൾ ട്രെഞ്ച്, കേബിൾ ട്രേ, പാനൽ റൂമിൻ്റെ ഡിസൈന്, അതുപോലെ എർത്തിങ്ങിനുള്ള പ്ലേസുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളൊരു സിവിൽ വർക്ക് അല്ലെങ്കിൽ ഒരു വീട് പണിയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു മറ്റേത് കാര്യം ചെയ്യുന്ന പോലെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കിലും കൃത്യമായ പ്ലാനിങ്ങും അതനുസരിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷനും ആവശ്യമുണ്ട്. എന്നാലാണ് നമുക്ക് ആ ടൈം ലൈനിൽ തീർക്കാനായിട്ട് പറ്റും. ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു കുടക്കീഴിലാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. റെൽക്സിന് ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഹൗസിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നു. ഓൺ പാനൽ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നു കൃത്യമായ ഡിസൈൻ അനുസരിച്ചിട്ട്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ നമുക്ക് പ്രത്യേക വിങ് ഉണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷന് പ്രത്യേക വിങ് ഉണ്ട്, അതിൻ്റെ കമ്മീഷനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പ്രത്യേക വിങ് ഉണ്ട്. അപ്പോൾ കൃത്യമായ ആ പ്രോസസ്സിലൂടെ KICB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ ഓരോ പ്രൊജക്റ്റും കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും HTയിലേക്ക് വരുമ്പോൾ, HT ആണെങ്കിലും LT ആണെങ്കിലും സുരക്ഷയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് എർത്തിങ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. ഓരോ സ്ഥലത്തെ അനുസരിച്ച് സോയിൽ റെസിസ്റ്റിവിറ്റി മാറുന്നതനുസരിച്ച് എർത്തിങ് സിസ്റ്റത്തിലും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ HT കണക്ഷൻ, HTയുടെ DP സ്ട്രക്ചറിൽ നിന്ന് KICBയുടെ HT കണക്ഷൻ നേരെ വന്ന് CTPT വഴിയാണ് ബ്രേക്കറിലേക്ക് വരുന്നത്. ബ്രേക്കറിൽ നിന്ന് ഔട്ട് ഗോയിങ് നേരെ USS. ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് USS കുറച്ച് മാറി ആണ് ഇരിക്കുന്നത്. നമുക്കിതിന് ശേഷം USSലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് HT TOD വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് റീഡിങ് എടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ LBS, ലോഡ് ബ്രേക്കിംഗ് സ്വിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ നോംസ് പ്രകാരം നമുക്ക് VCB ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആ ഒരു റൂൾ വരുന്നതിന് മുമ്പ് സ്കീം അപ്രൂവൽ കിട്ടിയതുകൊണ്ടാണ് ഇവിടെ LBS യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് LBS വിത്ത്
മീറ്ററിങ്, CTPT, TOD മീറ്ററിങ് എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്.